അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നപ്പാ. അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. യേശുവേ നന്ദിയപ്പാ. നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്തു യോഗ്യത കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഓരോ യോഗ്യതയും പറയാനില്ല
നമ്മുടെ ശ്രേഷ്ഠതയോ നമ്മുടെ മാന്യതയോ ഒന്നും കണ്ടിട്ടല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. ആമേൻ. ഒരു യോഗ്യതയില്ല എന്ന് ആമേൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ദൈവം നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. ആമേൻ. എത്രയോ യോഗ്യതയുള്ളവർ, മാന്യന്മാർ ഈ ലോകത്തുള്ളപ്പോൾ ആമേൻ ഏഴയായി നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തുവെങ്കിൽ ആമേൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നമ്മെക്കുറിച്ച്. ഹല്ലേലൂയ. ആമേൻ. ഒരു പദ്ധതി ഇല്ലാതെ അല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴും ആമേൻ കർത്താവ്, ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ പലപ്പോഴും ദൈവസന്നിധിയിൽ ദൈവത്തോട് ഞാൻ ചോദിക്കാറുണ്ട്, കർത്താവേ, എന്നെ ഇങ്ങനെയൊക്കെ മാനിക്കുവാൻ എന്നിൽ എന്താണ് യോഗ്യത? ഹല്ലേലൂയ. ഇത്രയൊക്കെ എന്നെ മാനിപ്പാൻ എനിക്ക് എന്ത് യോഗ്യത കണ്ടിട്ടാണ് എന്ന് ഞാൻ ദൈവത്തോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അത് വേറൊന്നും കൊണ്ടല്ല, നന്ദിയുള്ള ഹൃദയം കൊണ്ടാണ്. കാരണം ഏറ്റവും ദാരിദ്ര്യമുള്ള, ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. തികഞ്ഞ മദ്യപാനിയായ ഒരപ്പൻ്റെ മകളായി ജനിച്ചു വളർന്ന എനിക്ക് ആമേൻ ഹല്ലേലൂയ യേശു ആരെന്നോ, യേശു എന്താണെന്നോ, യേശുവിൻ്റെ സ്നേഹം എന്താണെന്നോ ആമേൻ അറിയാതിരുന്ന എന്നെ ഹല്ലേലൂയ ഞങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഒത്തിരി പ്രയാസങ്ങൾ, നിന്ദകൾ ഞങ്ങൾ ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ എൻ്റെ അമ്മയുടെ കുടുംബത്തിലെ എല്ലാവരും ഞങ്ങളെ ആക്ഷേപിച്ചു. ഹല്ലേലൂയ. കാണാം, ഇനി 2 പെൺമക്കളാണ്, അമ്മേ കാണാം നമുക്ക് എന്താകുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ കാണാം എന്ന് കൊതിച്ചിരുന്നവരുടെ നടുവിൽ, എന്താകുമെന്ന് ആശിച്ചവരുടെ നടുവിൽ ഞങ്ങളെ ഇങ്ങനെയൊക്കെ മാനിപ്പാൻ ഹല്ലേലൂയ ആമേൻ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ഹല്ലേലൂയ. ആമേൻ. യേശു ആരെന്നോ, യേശുവിൻ്റെ സ്നേഹം എന്തെന്നോ അറിയാതിരുന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ അവിടെയൊക്കെയും ആമേൻ എന്നെ സ്നേഹിച്ച ഒരു സ്നേഹമുണ്ട്. ഞാൻ ഓർക്കാറുണ്ട്, കർത്താവേ, ഇത്രയൊക്കെ ആമേൻ ഞാൻ നിൽക്കുവാൻ, ഇങ്ങനെയൊക്കെ നിൽക്കുമെന്നോ, ഇതുപോലെയൊക്കെ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്നോ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചതുമല്ല. അതിനുള്ള ഒരു കുടുംബ യോഗ്യതയോ മാന്യതയോ ഒന്നും ഞങ്ങളുടെ കുടുംബത്തിന് ഇല്ലതാനും. ഹല്ലേലൂയ. എന്നാൽ ആമേൻ നമ്മൾ ഈ പാട്ടിൽ പാടിയതുപോലെ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ, ദൈവം വിളിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയി ഒളിച്ചാലും, ഏത് കോണിലിരുന്നാലും കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കും. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിക്കും. ഹല്ലേലൂയ. ആമേൻ. എന്നെ ഓൺലൈനിൽ കൂടി കേൾക്കുന്നവരുണ്ടായിരിക്കും. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ആമേൻ, നമുക്ക് ആരുമില്ല, സഹായിപ്പാനില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല എന്നൊക്കെ വേദനയോടെ, ഭാരത്തോടെ ആമേൻ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആരുമില്ലെങ്കിലും, ഒന്നുമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും നമ്മെ സ്നേഹിപ്പാൻ നമ്മുടെ കർത്താവുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ കഷ്ടതയുടെ സമയത്ത് ആമേൻ ഹല്ലേലൂയ ആരും ഞങ്ങൾക്ക് സഹായമില്ലാതെ, ഞങ്ങളുടെ ബന്ധുക്കാർ ഞങ്ങളെ കൈവിട്ടു, ഞങ്ങൾക്ക് ആമേൻ സ്വന്തമെന്ന് കരുതിയവരെല്ലാം ഞങ്ങളെ കൈവിട്ടു. ആമേൻ. ഞങ്ങൾക്കറിയില്ല ആമേൻ സത്യദൈവം ഏതാണ് എന്നൊന്നും ഞങ്ങൾക്കറിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഹല്ലേലൂയ ആത്മഹത്യയ്ക്ക് എൻ്റെ അമ്മ ഒരുങ്ങി, ഞങ്ങളെയും ആമേൻ അതിനെ പ്രേരിപ്പിച്ച് ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് യേശുവിൻ്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നത്. ഹല്ലേലൂയ. ഞാനിതിപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ കാരണം ആത്മഹത്യ എന്നത് ഒന്നിനും പരിഹാരമേ അല്ല. ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരുണ്ടായിരിക്കാം, എന്തൊക്കെയോ പ്രശ്നങ്ങളുടെ നടുവിൽ കുടുങ്ങി, ആമേൻ ഇനി ആരും സഹായമില്ലല്ലോ, ആമേൻ ആത്മഹത്യ മാത്രമേ മുന്നിലുള്ളൂ എന്ന് ആമേൻ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ ഞാൻ ഇനി രാത്രിയിൽ പറയട്ടെ, ആമേൻ യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആമേൻ. ആ യേശുവിൻ്റെ സ്നേഹം ആമേൻ എല്ലാത്തിനും ആമേൻ ആമേൻ ഒന്നിനാലും അളക്കുവാൻ കഴിയുകയില്ല. ആ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ആമേൻ. ആ യേശു കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ തന്നു. ഹല്ലേലൂയ. ഇനി നമ്മൾ മരിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. നമ്മൾ ആ ജീവനെ പ്രാപിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഒരു ചെറിയ അല്ലെങ്കിൽ കേവലമായ നന്മകളെ കണ്ടിട്ട് മാത്രമല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. ഞാൻ അത് തരാം, അല്ലെങ്കിൽ വീട് തരാം, സമ്പത്ത് തരാം എന്ന് ആമേൻ കാണിച്ചല്ല ദൈവം നമ്മളെ വിളിച്ചത്. പ്രാണനെ തന്ന് ഹല്ലേലൂയ അന്ത്യത്തോളം ഹല്ലേലൂയ ആമേൻ നമുക്ക് ജീവനെ തന്ന ആ സ്നേഹമാണ് ആമേൻ നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. താൻ സ്നേഹിക്കുന്ന ഒരു സ്നേഹിതന് വേണ്ടി സ്വന്തം പ്രാണനെ വെച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹം ഈ ലോകത്തിൽ ഇല്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ യേശു അപ്പൻ നമ്മളെ സ്നേഹിച്ചത്, ഹല്ലേലൂയ, ആ യേശു കർത്താവ് നമ്മളെ സ്നേഹിച്ചത് ആമേൻ പ്രാണൻ പോകുവോളമാണ്. ഹല്ലേലൂയ. ആ സ്നേഹത്തെ ഓർത്ത് ആമേൻ കരങ്ങളെ വീശി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് നന്ദിയുണ്ട്. ഞാൻ എപ്പോഴും ദൈവത്തോട് പറയും, കർത്താവേ ആമേൻ എൻ്റെ ആയുസ് മുഴുവൻ
മുഴുവനും എൻ്റെ ദൈവത്തെ സ്തുതിച്ചാൽ എനിക്ക് മതി വരത്തില്ല. ഹല്ലേലൂയ. കഷ്ടത ഇല്ലെന്നല്ല, പ്രയാസങ്ങളില്ലെന്നല്ല, ഒറ്റപ്പെടലുകളില്ലെന്നല്ല. ഹല്ലേലൂയ. ഒറ്റപ്പെടലിൻ്റെ ആധിക്യത്തിൽ കൂടി ആമേൻ ഒരുപാട് പ്രാവശ്യം ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അവിടെയൊക്കെയോ എന്നെ തേടി വന്നത്, ആമേൻ എന്നെ ഉറപ്പിച്ചത്, ആമേൻ ഒരു ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സ്നേഹം ഇന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുവെങ്കിൽ ആമേൻ ഒരിക്കൽ പോലും എൻ്റെ മാന്യതയോ ശ്രേഷ്ഠതയോ അല്ല, അതെൻ്റെ യേശു കർത്താവിൻ്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. ആമേൻ. നമുക്കൊരു പാട്ട് കൂടി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. ആമേൻ. സന്തോഷത്തോടെ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
അവനാണ് എനിക്കായി ജീവൻ നൽകാൻ ഏറ്റവും നിറഞ്ഞവനാണ്. അവന്റെ മുറിപ്പാടുകളിൽ സൗഖ്യം ഞാൻ കാണുന്നുണ്ട്. അവനെ പോൽ മരിച്ചുയർന്നവനാരും ഈ ഭൂമിയിലില്ലേ. അവന്റെ മുറിപ്പാടുകളിൽ സൗഖ്യം ഞാൻ കാണുന്നുണ്ട്. അവനെ പോൽ മരിച്ചുയർന്നവനാരും ഈ തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോവുകയില്ല. തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോവുകയില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. യേശു എന്തും ചെയ്തിടുവേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുവേ, അവൻ അത്ഭുതവാനാണ്. ആമേൻ. യേശു എന്തും ചെയ്തിടുവേ, വിശ്വാസത്തോടെ ഓ യേശു എന്തും ചെയ്തിടുവേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുവേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുവേ, അവൻ അത്ഭുതവാനാണ്. ആമേൻ. യേശു എന്തും ചെയ്തിടുവേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുവേ, അവൻ അത്ഭുതവാനാണ്. ആമേൻ. യേശു എന്തും ചെയ്തിടുവേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുവേ, ആമേൻ. രാത്രി വിശ്വാസത്തോടെ യേശു എന്തും ചെയ്തിടുവേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുവേ, അവൻ അതിശയവാനാണ്. ആമേൻ. യേശു എന്തും ചെയ്തിടുവേ, Thank you, Lord. Hallelujah. Thank you, Lord Jesus. കർത്താവേ നന്ദി അപ്പാ. ആമേൻ. ഇന്നിപ്പോൾ ഈ രാത്രിയിൽ വിശ്വാസത്തോടെ ആ കരങ്ങൾ ഉയർത്തി പറയാമോ, എനിക്ക് വേണ്ടി യേശു എന്തും ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ആ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പറഞ്ഞേ, യേശു എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മതിയായവനാണ്. ഹല്ലേലൂയ. ആമേൻ. ലോകം നമ്മളെ നോക്കി പറയും ആമേൻ സാധ്യതയില്ല എന്ന്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഡോക്ടർമാർ വിധി എഴുതും ആമേൻ ഇനി രക്ഷയില്ല. ഹല്ലേലൂയ. കുടുംബക്കാർ നമ്മളെ നോക്കി പറയും നീ ഒരു ശാപമാണ്, നിന്നെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് ഇന്ന് രാത്രികാലം എന്നെയും നിങ്ങളെ നോക്കി പറയും ഹല്ലേലൂയ. ആമേൻ. യേശു എന്തും ചെയ്യുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. ഈ ലോകക്കാർ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി നമ്മെ സ്നേഹിച്ച ആ നല്ല കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോട് നമുക്ക് സ്തുതിക്കാം. എല്ലാവരും ഇരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ മതിയായ ദൈവം അത്രേ. ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം എഴുന്നേൽക്കാമോ? ആമേൻ. ഒരു പാട്ടുകൂടി ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ചേർത്ത്
காலையில எத்தனை வேலை, லஞ்ச் பாக்ஸ் ரெடி பண்ணணுமே. இனிமே